അങ്ങനെ കാത്തിരുന്ന് ആ ദിവസം വന്നെത്തിയിരിക്കുകയാണ്. നമ്മൾക്ക് തുർക്കിക്ക് പോകാനുള്ള ദിവസമാണിന്ന്. അപ്പോൾ തുർക്കിക്ക് പോകാനായിട്ട് കുറേ നാളുകളായിട്ട് വിസ എടുത്ത് പ്ലാൻ ചെയ്തിരിക്കുന്നതാണ്. എന്നാലും അവസരം ഒരിക്കലും ശരിയായിട്ട് വന്നില്ല. അപ്പോൾ ഇതാണ് ജോൺസി. അപ്പം ജോൺസിയും ഞാനും മീനുവും കൂടിയാണ് ഈ തവണ തുർക്കിയിലേക്ക് പോകുന്നത്. നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യുന്നത് ജോൺസിയുടെ ഹസ്ബൻഡ് സിറിലാണ്. അവരെ ഞാൻ വളരെ വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. സൗദിയിൽ വെച്ച് തന്നെയും പരിചയമുള്ളവരാണ്. അപ്പോൾ അവർ കൂടാതെ നമ്മളും അവരും തമ്മിൽ ഒരു ചുമരിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ള വീട് തമ്മിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ പല ദിവസവും പ്ലാൻ ചെയ്യുകയായിരുന്നു പോകാനായിട്ട്. പക്ഷെ ഒരിക്കലും അത് നടക്കുന്നില്ലായിരുന്നു. അയർലൻഡിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് മറ്റൊരു രാജ്യത്തേക്ക് ഇന്ത്യ അല്ലാതെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. അപ്പോൾ എയർപോർട്ടിൽ പോയിട്ട് തുർക്കിയിലെ മണിയായ ലിറ ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ലിറയുടെ വാല്യൂ ഒന്നും അറിയാൻ വയ്യാതെ മണ്ടന്മാർ ലണ്ടനിൽ എന്ന് പറയുന്ന പോലെ അതെല്ലാം എണ്ണി നോക്കിയാണ്. അവർ പറയുന്ന പൈസ മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല. ജോൺസി ആണെങ്കിൽ ഐറിഷ് പാസ്പോർട്ട് കിട്ടിയതിന് ശേഷം മറ്റൊരു യൂറോപ്യൻ രാജ്യത്തേക്കോ മറ്റൊരു രാജ്യത്തേക്കോ ട്രാവൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പല ദിവസവും പ്ലാൻ ചെയ്ത ആ ഒരു ദിവസം നടക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. അപ്പോൾ എയർപോർട്ടിലെത്തി. നമ്മുടെ ഫ്ലൈറ്റെല്ലാം ഓൺ ടൈമാണ്. അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യുവാനായിട്ട് പോകുന്ന വഴിക്കാണ് നമ്മളൊരു മലയാളി കുട്ടിയെ കണ്ടത്. ജോസ്ന എന്നാണ് പേര്. അവിടുത്തെ നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള മേക്കപ്പ് എല്ലാം ഉള്ള ഷോറൂമിൽ നിൽക്കുന്നതാണ്. ആ കുട്ടിയോട് നമ്മൾ മേക്കപ്പിൻ്റെ തിങ്സ് എല്ലാം മേടിക്കാനായിട്ട് ചോദിച്ചപ്പോൾ ഒരു മലയാളി സ്നേഹം വെച്ച് ആ കുട്ടി പറഞ്ഞു, എൻ്റെ ചേച്ചി ഇവിടെ നിന്നൊന്നും മേടിക്കണ്ട, അപ്പുറത്തെ കടയിലാണ് നല്ലത് കിട്ടുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ മലയാളികളോടുള്ള ആ ഒരു നല്ല സ്നേഹം കാണിച്ചു. അപ്പോൾ ഈ കാണുന്നതാണ് ഡബ്ലിൻ എയർപോർട്ട്. ഈ കാണുന്ന ഐറിഷ് സാധനങ്ങളുടെ സുവനീറുകൾ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. അടിപൊളിയായിട്ടുള്ള ഐറിഷിൻ്റെ ട്രഡീഷണലായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ വിൽക്കുന്നുണ്ട്. ആർക്കെങ്കിലും അയർലൻഡിൽ നിന്ന് മറ്റ് കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഗിഫ്റ്റെല്ലാം കൊടുക്കാനായിട്ട് പറ്റുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം എയർപോർട്ടിലും ഉണ്ടല്ലോ, അതാത് കൺട്രിയുടേതായ സുവനീറുകൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന ഡബ്ലിൻ എയർപോർട്ടിൽ കൂടെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഞങ്ങൾ ആകെപ്പാടെ ഭയങ്കര ത്രില്ലിലാണ് പോകുന്നത്. ഞങ്ങൾ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ നമ്മൾ ബോർഡിങ്ങിനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തിരി സമയമുണ്ട്. അപ്പോഴാണ് ഓർത്തത് നല്ലൊരു കാപ്പി കുടിക്കുക എന്നോർത്തു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിരവധി ചോക്ലേറ്റുകളെല്ലാം വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു കോഫി മേടിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഒരു ചോക്ലേറ്റും ഫ്രീ ആണ് ആ കൂടെ. അപ്പോൾ ഞങ്ങൾ ഈ ചോക്ലേറ്റും എല്ലാം മേടിച്ച് ഞങ്ങൾ കോഫി കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഒന്നാമത്തെ കാര്യം, ഞാനും ജോൺസിയും ഒരേ വൈബുള്ള ആളുകളാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അതേപോലെ എൻജോയ് ചെയ്യുന്നതാണ്. പിന്നെ മീനുമാണ് ഇതിൻ്റെ ഓർഗനൈസർ. അവളാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാം ചെയ്തു തന്നിരിക്കുന്നത്. ടിക്കറ്റ് ബുക്കിങ്, അതുപോലെ തന്നെ ഹോട്ടലിൻ്റെ കാര്യങ്ങൾ, മറ്റെല്ലാ കാര്യങ്ങളും അവളാണ് ചെയ്തു തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ യാത്രയുടെ യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല. നമ്മൾ പെഗാസസ് എന്ന് പറയുന്ന ഫ്ലൈറ്റിലാണ് നമ്മൾ ഇസ്താംബുൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇസ്താംബുളാണ് തുർക്കിയുടെ തലസ്ഥാനം. അയർലൻഡിൽ ഭയങ്കര മഴയും തണുപ്പുമാണ്. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് മുഴുവനും പുറത്ത് മഴ പെയ്യുകയാണ്. നമ്മുടെ ഫ്ലൈറ്റ് പോലും കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ കുറച്ച് മഴ ശമിച്ചു. അപ്പം കുറച്ച് വെയിൽ പോലെ തോന്നുന്നുണ്ട്, എന്നാലും നല്ല തണുപ്പാണ്. കുറച്ച് നടന്നിട്ട് വേണം നമുക്ക് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം കുറേ ആളുകളുണ്ട്. പക്ഷേ ഭൂരിഭാഗം യാത്രക്കാരും തുർക്കിഷ് എയർലൈൻസിൽ ട്രാവൽ ചെയ്യുന്നത് അവിടുത്തെ തന്നെ ആളുകളാണ്. അയർലൻഡിൽ ജോലിക്ക് വന്നിരിക്കുന്നവരാണ്. നമ്മുടെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാനായിട്ട് ഞാൻ എല്ലാവരുടെയും മുഖം നോക്കി. ഇന്ത്യൻസായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലൈറ്റിലൊരു വ്യത്യസ്തരായിട്ട് തന്നെ എനിക്ക് തോന്നി. എന്താണെങ്കിലും ഒരു ചെറിയ ഫ്ലൈറ്റിലാണ് നമ്മൾ എൻട്രി ചെയ്തത്. 2 റോ മാത്രമുള്ള ഒരു ചെറിയ ഫ്ലൈറ്റാണ് ഈ പെഗാസസ് എന്ന് പറയുന്ന ഫ്ലൈറ്റ്. എല്ലാവർക്കും കഷ്ടിയിരിക്കാൻ പാകത്തിനുള്ള ഇടയുള്ള ഒരു ഫ്ലൈറ്റാണ്. എന്താണെങ്കിലും ഫ്ലൈറ്റിൽ നിറച്ചും ആളാണ്. ഫുള്ളായിരുന്നു ഫ്ലൈറ്റിൽ.
ഞങ്ങളുടെ ബോർഡിംഗ് പാസ് എല്ലാം ഒന്നിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരേ സ്ഥലത്ത് തന്നെ സീറ്റെല്ലാം കിട്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു. കാരണം നമ്മൾ ജോലിയുടെ എല്ലാം തിരക്കിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സംസാരിക്കാനും ഒന്നും സമയം കിട്ടാറില്ല. ഫ്ലൈറ്റ് ഏകദേശം 12:45 കൂടിയാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ തന്നെ ഈ ഫ്ലൈറ്റിൽ ഫുഡൊന്നും സാധാരണ രീതിയിൽ സപ്ലൈ ഇല്ല. പക്ഷേ നമ്മൾ ടിക്കറ്റിൻ്റെ കൂടെ ഓർഡർ ചെയ്തായിരുന്നു. അതൊരു തണുത്ത ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു. എല്ലാവർക്കും തന്നെ തൊണ്ടവേദനയെല്ലാം എടുത്തിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ വിശന്ന് വയറ് പൊരിഞ്ഞതുകൊണ്ട് എന്താണെങ്കിലും ആകട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ചിക്കൻ സാൻഡ്വിച്ചും ഒരു ചായയും മേടിച്ച് കഴിച്ചു. 4.5 മണിക്കൂറാണ് ഫ്ലൈറ്റിലെ യാത്രയായിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു യാത്ര. പക്ഷേ ടോയ്ലറ്റെല്ലാം ഭയങ്കര ഇടുങ്ങിയതായിരുന്നു. എങ്ങനെയൊക്കെയോ യാത്ര പൂർത്തിയാക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇസ്താംബുളിലോട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ ചെന്നിറങ്ങിയപ്പോൾ അയർലൻഡിലെ പോലെ തന്നെ തണുപ്പും കാറ്റും മഴയുമാണ്. അപ്പോൾ അവിടുത്തെ എയർപോർട്ടാണെങ്കിൽ ഒരു സാധാരണ ഒരു എയർപോർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ചില ഭാഗങ്ങളിൽ നല്ല പച്ചപ്പെല്ലാം അവർ അലങ്കരിച്ച് വെച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ബ്യൂട്ടി നമുക്ക് കാണാനായിട്ട് പറ്റി. ഏത് എയർപോർട്ടിൽ പോയാലും നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ ദൂരം നടക്കണമല്ലോ. നടന്ന് നടന്ന് നമ്മുടെ കാലൊടിയുന്ന ഒരവസ്ഥ എത്തുമ്പോഴാണല്ലോ നമുക്ക് അവിടെ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് പറ്റുന്നത്. ഏതായാലും നമ്മുടെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. നമ്മുടെ ബാഗേജ് ക്ലെയിമിങ്ങിനായിട്ട് നമ്മൾ പിന്നെ പോവുകയാണ്. അതിൻ്റെ ഏരിയയിലുള്ള ആ നല്ല ചെടികളും മരങ്ങളും എല്ലാം കണ്ട് നല്ല അടിപൊളിയായിരുന്നു. എനിവേ നമ്മൾ ബാഗേജ് എല്ലാം കളക്ട് ചെയ്ത് പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ നമുക്ക് ടാക്സിക്ക് വേണ്ടിയിട്ടുള്ള ആൾ അവിടെ വെയിറ്റ് ചെയ്യുമെന്നാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ടൂർ ഗൈഡ് വഴിക്കാണ് നമ്മൾ ഈ ഒരു ട്രാവൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഹോട്ടലും മറ്റെല്ലാ കാര്യങ്ങളും അവരാണ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ടാക്സിയും എല്ലാം അവരുടെ ആ ഒരു പാക്കേജിലുള്ളതാണ്. അപ്പോൾ അവരതിനുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും തന്നിട്ടുണ്ട്. അപ്പോൾ അയാളെ അന്വേഷിച്ചാണ് ഞങ്ങളിപ്പോൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മീനുമാണ് ഇതിൻ്റെ ടൂറിൻ്റെ എല്ലാം ഓർഗനൈസും ചെയ്യുന്നത്. അപ്പോൾ അവൾ മുമ്പ് പോകുമ്പോൾ ഞങ്ങൾ അവളെ ജസ്റ്റ് അനുഗമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അവൾ ഏത് സ്ഥലത്തേക്ക് പോയാലും ഞങ്ങൾ പുറകെ പോകുന്നു, അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ യാതൊന്നും ചെക്ക് ചെയ്യുന്നോ ഒന്നുമില്ല. എനിക്കിവിടെ കണ്ടപ്പോൾ ബോംബെയിലൊക്കെ ചെന്നിറങ്ങിയ ഒരു പ്രതീതിയാണ് തോന്നിയത്. പക്ഷേ ആളുകളുടെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പണ്ട് സൗദിയിലായിരുന്നപ്പോൾ അറബികൾ കിടന്ന് ഒച്ച വയ്ക്കുന്ന അതേ രീതിയിലാണ് ഈ ടർക്കിഷ് ആളുകൾ ഒച്ച വയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. എന്താണേലും ഞങ്ങളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ ഒരു ടാക്സിക്ക് കൊണ്ടുപോയി. നമ്മളുടെ പേരെല്ലാം വിളിച്ച് കൊണ്ടുപോയി ഒരു ടാക്സിക്ക് ഒരാൾ കൊണ്ടുപോയി കയറ്റി. ആ ടാക്സിയിൽ കയറ്റി കഴിഞ്ഞാൽ അയാൾക്കാണെങ്കിൽ ഒരു ഇംഗ്ലീഷിൻ്റെ വാക്ക് പോലും അറിയില്ല. പക്ഷേ ടാക്സിക്കകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര അടിപൊളി സെറ്റപ്പ്, നല്ല ലൈറ്റിങ്ങും എല്ലാമായിട്ട് മെഴ്സിഡസ് ബെൻസ് ഒരു ടാക്സിയാണ്. അപ്പോൾ ഞങ്ങൾ അതിലെല്ലാം ലയിച്ച് നിന്ന് ഫോട്ടോകളെല്ലാം എടുക്കുന്ന തിരക്കിലും ബഹളത്തിലും അയാളോട് എന്തെങ്കിലും ചോദിച്ചാൽ അയാൾക്ക് ഒന്നും പറയാൻ അറിയില്ല ഇംഗ്ലീഷിൽ. അപ്പോൾ എനിവേ അയാൾ ടാക്സി ആയിട്ട് പോയി. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ അയാൾ ഞങ്ങളുടെ പേര് ചോദിച്ചപ്പം ഞങ്ങളല്ല അയാൾ ഉദ്ദേശിച്ച യാത്രക്കാർ. അത് കഴിഞ്ഞ് അയാൾ പകുതി വഴിക്ക് ഞങ്ങളെ ഇറക്കി വേറൊരു ടാക്സി അവർ അറേഞ്ച് ചെയ്ത് ഞങ്ങളെ ആ ടാക്സിയിൽ കയറ്റി. അതാണെങ്കിൽ നേരത്തെ ടാക്സി ഒരു ബ്ലൂ ഡെക്കറേഷൻ ആണെങ്കിൽ ഇതൊരു കറുപ്പിലുള്ള സ്റ്റാറെല്ലാം ഉള്ള ഡെക്കറേഷനുള്ള ടാക്സിയാണ്. തുർക്കിയിലുള്ള ടാക്സികളെല്ലാം അടിപൊളിയായിട്ടുള്ള നല്ല കംഫർട്ടായിട്ടുള്ള ടാക്സികളാണ്. അപ്പോൾ അയാൾ വളരെ നല്ല ഒരാളാണ്. നമ്മൾ ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്ന് പറഞ്ഞപ്പോഴേക്കും, അയർലൻഡിനാണ് പോയെങ്കിലും ഇന്ത്യൻസ് ആണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ ഹിന്ദിയിലുള്ള പാട്ടുകളും അതുപോലെ അയർലൻഡിലുള്ള ഐറിഷ് പാട്ടുകളും ഒക്കെ ഇട്ട് നമ്മളോട് നല്ല രീതിയിൽ അയാൾ പെരുമാറി. എന്താണേലും കുറേ അധികം ദൂരം പോകണമായിരുന്നു വഴിയിൽ കൂടെ. അവസാനം ഞങ്ങൾ ഹോട്ടലിൽ എത്തിച്ചേർന്നു. നല്ലൊരു എൻസ്യൂട്ടാണ് നമുക്ക് കിട്ടിയത്. ഞങ്ങൾക്ക് 3 പേർക്കും കിടക്കാനുള്ള അടിപൊളിയായിട്ട് ഉള്ള സൗകര്യമുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കുമായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഹോട്ടലിലല്ല ഫുഡ്, ഓൾറെഡി രാത്രി 10 മണി കഴിഞ്ഞു. അതിന് പുറത്ത് ഒരു 3 മിനിറ്റ് നടന്നാൽ അവിടെ നിന്ന് ടർക്കിഷ് ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും അവിടെ ചെന്ന് പേരറിയുന്നതും പേരറിയാത്തതുമായ കുറേ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തു.
എന്താണേലും ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ രാത്രി തിരിച്ച് ഹോട്ടലിലേക്ക് പോകാനായിട്ടാണ് ഇരിക്കുന്നത്. ഇന്നത്തെ ദിവസം വേറൊരു പരിപാടിയില്ല, കിടന്നുറങ്ങണം. നാളെ രാവിലെയാണ് നമ്മൾ ഇസ്താംബൂളിലെല്ലാം പോയി ഇസ്താംബൂൾ സിറ്റിയെ ഫുള്ള് എക്സ്പ്ലോർ ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളത്തെ വിശേഷങ്ങൾ നാളെ പറയാം.